അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വൻ കൊള്ള നടത്തുക, നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്ത് കോടികൾ സമ്പാദിക്കുക, ഇതെല്ലാമാണ് രാജ്യത്തെ പല പ്രമുഖ സംഘപരിവാറുകാരും ചെയ്യുന്നത്. ഇതിനെല്ലാം എതിരെ ശക്തമായ ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങളെയെല്ലാം തന്നെ വർഗീയത ആളിക്കത്തിച്ച് നിഷ്പ്രഭമാക്കാമെന്നതാണ് മോദിയുടെയും സംഘത്തിൻ്റെയും എല്ലാം തന്നെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലാണ് രാജ്യത്തെ പൊരുതുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തകിടം മറിച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, സംഘപരിവാറിൻ്റെ നട്ടെല്ല് തകർത്ത ശേഷമായിരിക്കും ഈ പ്രക്ഷോഭം അവസാനിക്കുക. ദില്ലി ജന്തർ മന്ദിറിലേത് മോദി സർക്കാരിനെതിരായ ആദ്യത്തെ സമരമല്ല. തൊഴിലാളികൾ, കർഷകർ, വിദ്യാർത്ഥികൾ അവരെല്ലാം ഏറെ നാളായി സമരരംഗത്താണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞ് രാജ്യത്ത് വൻ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നു. എല്ലാ തട്ടിപ്പുകൾക്കും ഒത്താശ ചെയ്യുന്ന ഒരാളുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ. മിനിമം നീതിബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടതായിരുന്നു. പക്ഷേ മോദിയും അമിത്ഷായും സംഘപരിവാറും എല്ലാം ചേർന്ന് സംരക്ഷിച്ചു. ഈ കളങ്കിതനായ വിദ്യാഭ്യാസ മന്ത്രിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഇവരുടെ തെറ്റുകളെ ചോദ്യം ചെയ്യുന്നവർ രാജ്യദ്രോഹികളാണ്, അവർ ജിഹാദികളാണ്. പക്ഷേ പതിവ് പല്ലവികൾ ചൊല്ലി ഇന്ത്യൻ യുവത്വത്തെ ഇനി കീഴടക്കാനാകില്ല. ഇതാണ് സംഘപരിവാറിന് ഇന്ത്യൻ യുവത്വം നൽകുന്ന പാഠം. സ്വാതന്ത്ര്യ സമരകാലം. ധീരദേശാഭിമാനികൾ ജീവൻ പണയം വെച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുമ്പോൾ ഒരു കൂട്ടർ ബ്രിട്ടീഷുകാരോട് മാപ്പിരുന്നു. അവരിന്ന് ബ്രിട്ടീഷ് പോലീസിനെ പോലെയാണ് ദില്ലിയിലെ തെരുവുകളിൽ അഴിഞ്ഞാടിയത്. BJP-യുടെ ഡബിൾ എഞ്ചിൻ സർക്കാരുകളെന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. അത് തന്നെയാണ് ഡൽഹിയിൽ ഒരു നരനായാട്ട്. ഡൽഹിയിലെ പോലീസ് എന്നാൽ അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്ന പോലീസാണ്. ഇന്നത് RSS നേരിട്ട് നിയന്ത്രിക്കുന്ന പോലീസാണ്. വിദ്യാർത്ഥി സമരങ്ങളെ, വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളെ തകർക്കുന്നതിന് വേണ്ടി, അതിനെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. കാരണം അവർ ഈ സമരത്തെ ഭയക്കുന്നു, ആ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ ഭയക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അടിച്ചൊതുക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ വിദ്യാർത്ഥികൾ ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. ലാത്തി ചാർജും കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റ് ഫയറിങ്ങും എല്ലാം നടത്തിയതിന് ശേഷം നിമിഷങ്ങൾക്കകം 10,000 ഇന്ന് ജന്തർ മന്ദിറിലേക്ക് എത്തി. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ സമരങ്ങൾ നടക്കുന്നു. അത് ശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഈ സമരത്തെ ഭയക്കുന്നത് കൊണ്ടാണ് ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്.
ഈ വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത മാഫിയയുടെ തലവന്റെ പേർ പോലും നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നില്ല. അതിന് കാരണം അവരെ വൻതോതിൽ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. രാജസ്ഥാനിലെ ഭാരതീയ ജനതാ യുവമോർച്ച നേതാവ് ഒരു ദിനേശാണ് ഈ മാഫിയയുടെ തലവനായി പ്രവർത്തിക്കുന്നത്. हम कहना चाहते झुकती है दुनिया, जैसे सुनते ये उन सभी बच्चों के लिए ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അറിഞ്ഞപ്പോൾ ജന്തർ മന്ദർ ഇളക്കി മറിയുകയാണ്. ഞാനിപ്പോൾ ജന്തർ മന്ദറിലാണുള്ളത്. അതായത് നിശ്ചയദാർഢ്യത്തോടെയുള്ള തങ്ങളുടെ പോരാട്ടം വിജയസമാപ്തിയിലെത്തിയതിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇവിടെ സമരത്തിൽ ഭാഗമാക്കാനും ആഘോഷത്തിലേക്ക് ഒരുപക്ഷെ ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ ഇത്രയും കൃത്യതയോടെ സ്പഷ്ടതയോടെ ഇത്രയും നിശ്ചയദാർഢ്യത്തോടെ മനസ്ഥൈര്യത്തോടെ ഇന്ത്യ സർക്കാരിന്റെ എല്ലാ പദ്ധതികളെയും ആചരിച്ച് അടിച്ചമർത്തലുകളെ ഭേദിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചെറുപ്പക്കാർ ഒരുമിച്ച് അണിനിരക്കുന്ന ആദ്യമായിട്ടാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് ഭാഗമാക്കാൻ കഴിഞ്ഞതിലുള്ള ശ്രമ നിലപാടായിരുന്നു BJP-യുടെയും RSS-ന്റെയും പ്രധാനമന്ത്രിയുടെയും. സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുക. ഇതാണ് ദില്ലിയിൽ കണ്ടത്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ പാരമ്പര്യമുള്ള ചിലരുണ്ട്. അവർ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. ഈ കുട്ടികളൊന്നും ഭീകരരല്ല, ക്രിമിനലുകളുമല്ല. എന്നാൽ മോദിയുടെ പോലീസ് ഇവരെ നേരിട്ടത് ഇങ്ങനെയെല്ലാമാണ്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അമർച്ച ചെയ്യാനായി മോദി സർക്കാർ രംഗത്തിറക്കിയ ആയുധമാണ് പെല്ലറ്റ്. ഇതിൻ്റെ ഇരകളിൽ ഭൂരിഭാഗവും നിരപരാധികളാണ്. ജമ്മു കശ്മീരാണ് ഏറ്റവും മികച്ച ഉദാഹരണം. Were hit in the eyes alone, and majority of them, most of these who were hit in the eyes, they're completely blind. And once they go into the eyes, it means these pellets leave them completely blind. We cannot do much about them. Despite advanced surgeries, we could not get back their eyesight.
so they are permanently blind. So their lives have been turned into half lives. But apart from physical injury which these pellets cause, pellets lodged in the body cannot be removed because they're there for life. Thousands and thousands of pellets are in one body, so it's difficult to remove them. One, and they're near the vital organs. You try to remove them, and you will damage the vital organs. You'll be doing more damage to them. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന തീവെട്ടിക്കൊള്ളകൾ ചോദ്യം ചെയ്യരുത്. ചോദ്യം ചെയ്താൽ പെല്ലറ്റുകൾ അടിച്ച് കുട്ടികളുടെ ഭാവി തകർക്കും. ഇതാണ് BJP, ഇതാണ് സംഘപരിവാർ. ചോദ്യപേപ്പർ ചോർച്ചയും RSSും തമ്മിൽ എന്താണ് ബന്ധം? ചോദ്യപേപ്പർ ചോർത്തുന്നത് ഒരു വലിയ മാഫിയയാണ്. ഈ മാഫിയയുടെ തലപ്പത്തുള്ളവരെല്ലാം നല്ല ലക്ഷണമൊത്ത BJP നേതാക്കളാണ്. സംഘപരിവാറിലൂടെ വളർന്നു വന്ന നിരവധി പേരുണ്ട്. പലരും ജനപ്രതിനിധികളായി, മന്ത്രിമാരായി, മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരുമെല്ലാമായി. സംഘപരിവാറിന് അധികാരം കിട്ടിയതോടെ മാഫിയ സംഘങ്ങളുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും പ്രജനന കേന്ദ്രവും താവളവുമായി സംഘപരിവാർ മാറി. അങ്ങനെ രാജസ്ഥാനിലെ സംഘപരിവാർ തട്ടകത്തിൽ വളർന്ന് പടർന്ന് പന്തലിച്ച യുവമോർച്ച നേതാവായ ഒരു മാഫിയ തലവനാണ് ദിനേശ് മേഘ്വാൾ. ദിനേശ് ബിമാളിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘത്തിൽ BJP നേതാക്കളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, നീറ്റ് പരീക്ഷ പരിശീലന സ്ഥാപനങ്ങളുടെ മേധാവികളുണ്ട്. ഇവർക്ക് പണം നൽകിയാൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ കിട്ടും. അങ്ങനെ പരീക്ഷ എഴുതിയവർ വിജയിക്കും. പഠിച്ച് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് കുട്ടികൾ പുറത്ത്. യഥാർത്ഥ വിജയികളിൽ പലരും പരാജിതരായി, പരാജയപ്പെട്ടവരിൽ പലരും ജീവനൊടുക്കി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധവേദിയായി സമൂഹ മാധ്യമങ്ങൾ മാറി. പ്രതിഷേധിക്കുന്നവരെ പാറ്റകളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര. ആ അധിക്ഷേപത്തിൽ നിന്നും മുളപൊട്ടിയത് ലക്ഷക്കണക്കിന് പാറ്റകൾ. അവർ തരംഗമായി രാജ്യത്തിന് അകത്തും പുറത്തും പറന്നുയർന്നു. കളങ്കരായ ജനതയെ തീവ്രവാദിയെന്ന് മുദ്രകുത്തി അടിച്ചുമൊത്തി ഭയമൂടി ഈ കെട്ടുന്നൊരു തോന്നിയാസം പൊറുക്കില്ലി സമൂഹം, പൊറുക്കില്ലി സമൂഹം. രണ്ട് കോടി തൊഴിലവസരങ്ങൾ പ്രതിവർഷം നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ തിരിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ രാജ്യത്തെ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ എല്ലാം ദുരിതപൂർണമായ സാഹചര്യത്തിലേക്ക് തള്ളി നീക്കിക്കൊണ്ട സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ അരാഷ്ട്രീയവാദികളാണ്, ജൻസികൾ അരാഷ്ട്രീയവാദികളാണ് എന്ന് വലതുവശം പറഞ്ഞ് പരത്തുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ രാഷ്ട്രീയമുള്ളവരാണ്. ഇന്ന് ഈ രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രതിസന്ധി, അത് മോദിയുടെ ഭരണമാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടം ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. മോദി വിരുദ്ധത, BJP വിരുദ്ധത, സംഘപരിവാർ വിരുദ്ധത, ആ രാഷ്ട്രീയമാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്തുമായിട്ടാണ് വിദ്യാർത്ഥികൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ ആ നിലയിൽ ഓരോ വിദ്യാർത്ഥികളെയും ഓരോ യുവജനങ്ങളെയും ഇന്ത്യയിലെ ഓരോ പൗരന്മാരെയും ബാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു വശത്ത് പ്രതിഷേധം അലയടിക്കുമ്പോൾ മറുവശത്ത് ചോദ്യപേപ്പറുകൾ മുതൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ കാണിക്ക വരെ മോഷ്ടിക്കുന്നവരായി സംഘപരിവാർ മാറി. മോദി സർക്കാരിനെതിരെ ശക്തമായൊരു സമരം പോലും കോൺഗ്രസ് എന്ന പാർട്ടി ഇതുവരെ നടത്തിയിട്ടില്ല. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് കോൺഗ്രസ് നേതൃത്വം അണികൾക്ക് നൽകിയ നിർദ്ദേശം. സമരത്തിന് പിന്നിൽ BJP ആണത്രേ. എന്നാൽ ഗത്യന്തരമില്ലാതെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങാൻ കോൺഗ്രസ് നിർബന്ധിതരായി. എന്തായാലും ഇപ്പോൾ സമരത്തിൻ്റെ രാഷ്ട്രീയ നേട്ടം മുഴുവൻ കൊയ്യാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ്
രാഹുൽ ഗാന്ധിയും സംഘവും. പാറ്റകൾ ദില്ലിയിലെ ജന്തർ മന്ദറിൽ സമരം ആരംഭിച്ചത് ജൂൺ 6-ന്. ആ സമരത്തിൽ SFI, AISF, ഐസ എന്നീ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പങ്കാളികളായി. അവർ നിരാഹാരം കിടന്നു. അവർ ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്ക് ഇരകളായി. കോൺഗ്രസിന് ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്, NSU. സമരത്തിൻ്റെ 7 അയലത്തേക്ക് NSUക്കാരും വന്നിട്ടില്ല. NSUവിന് ഒരു ദേശീയ അധ്യക്ഷനുണ്ട്, പേര് വിനോദ് ജക്കർ. ഇങ്ങനെ ഒരാളെ ആർക്കും അറിയില്ല. ഇതാണ് ഇന്നത്തെ NSUവും KSUവും. ദില്ലിയിലെത്തി മോദിയുടെ പോലീസിനെതിരെ ശബ്ദിക്കാൻ ധൈര്യമില്ലാത്തവർ മോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമെന്ന പേരും പറഞ്ഞ് കേരള പോലീസിന്റെ മുഖത്തടിക്കുന്നതും കേരളം കണ്ടു. കോൺഗ്രസ് നേതാക്കൾ പാറ്റകളുടെ സമരത്തെ ആദ്യം തള്ളിപ്പറഞ്ഞിരുന്നു. സമരത്തിന് പിന്നിൽ BJP ആണെന്നായിരുന്നു ആരോപണം. ഒടുവിൽ പാറ്റകളുടെ സമരത്തിന് ജനപിന്തുണ ആർജിച്ചതോടെ കോൺഗ്രസ് നിലപാട് മാറ്റി. പാറ്റകളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള രാഹുൽ ഷോ ആണ് പിന്നീട് ദില്ലിയിൽ കണ്ടത്. മോദി സർക്കാരിനെതിരെ സ്വന്തമായി ഒരു സമരം നടത്തി വിജയിപ്പിക്കാൻ ശേഷിയില്ലാത്ത കോൺഗ്രസ് പാറ്റ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടെങ്കിലും ഇനി സമരത്തിനിറങ്ങട്ടെ. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വർഗീയത ആളിക്കത്തിക്കുക എന്നതല്ല. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മോദിക്ക് ജയ് വിളിക്കുക എന്നതല്ല. മാധ്യമപ്രവർത്തനം എന്ന പേരും പറഞ്ഞ് തെമ്മാടിത്തരം കാണിച്ചാൽ അതിനുള്ള മറുപടി തെരുവിൽ കിട്ടും.